All edges of a square pyramid are 18 centimeter. What is its volume? വക്കുകളെല്ലാം തുല്യമായ ഒരു സമതല സ്തൂപികയുടെ പാദവക്കിന്റെ നീളം 18 സെന്റിമീറ്റർ ആണ്. സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കും. ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ വശങ്ങളും 18 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതിന്റെ ബേസ് എഡ്ജ്, ലാറ്ററൽ എഡ്ജ് എന്നീ കാണുന്ന എല്ലാ വക്കുകളും 18 സെന്റിമീറ്റർ ആണ്. എങ്കിൽ അതിന്റെ വോളിയം കാണണം. ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ്, വക്കുകളുടെ നീളം 18 സെന്റിമീറ്റർ. അതില് ഇ സ്ക്വയർ ഈക്വൽ ടു, അതായത് നമുക്ക് എയും ഇയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. വ്യാപ്തം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് വേണം. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 എ സ്ക്വയർ എച്ച് ആണ്. എച്ച് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൽ വേണം. ഓക്കെ, എല്ലും എച്ചും എയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പൈതഗോറസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം എൽ കാണാനും വേണ്ടിയിട്ട് എല്ലും ഇയും എയും തമ്മിലുള്ള റിലേഷൻ, നമുക്ക് ഇയും എയും ആണ് അറിയാം. വക്കുകളെല്ലാം 18 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എയും 18 ആണ്. വക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാറ്ററൽ എഡ്ജ് ആണ്, ഒന്ന് പാർശ്വവക്കാണ്, അഥവാ ലാറ്ററൽ എഡ്ജും ബേസ് എഡ്ജും. എയും ഇയും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എയും ഇയും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടും 18 ആണ്. വക്കുകളെല്ലാം ഈക്വൽ ആണ്. അപ്പൊ എയും ഇയും എന്താണ്? 18 ആണ്. എയും ഇയും വെച്ചാണ് നമുക്ക് എല്ല് കണ്ടുപിടിക്കാൻ പറ്റും. എല്ല് കിട്ടിക്കഴിഞ്ഞാൽ എയും എല്ലും വെച്ചാണ് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. എച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കാണാം. ഓക്കെ, അപ്പൊ ആദ്യം എല്ല് കണ്ടുപിടിക്കണം. അതിന് ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എടുത്തു. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. അപ്പൊ 18ന്റെ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. എല്ലാ വാക്കുകളും ഈക്വൽ ആണല്ലോ. അപ്പൊ എയും ബേസ് എഡ്ജും അഥവാ പാദവക്കും 18 ആണ്. അപ്പൊ a/2 എന്താവും? 9 ആവും. അപ്പൊ 9ന്റെ സ്ക്വയർ. 18ന്റെ സ്ക്വയർ പറഞ്ഞാൽ 18 × 18 ചെയ്യാം. അപ്പൊ നമുക്ക് 324 കിട്ടും. 9ന്റെ സ്ക്വയർ 9 × 9 ചെയ്യുമ്പോൾ 81. അത് ഇപ്പുറം വരുമ്പോ -81 ആവും. ഈ 324 81 കുറച്ചാൽ നമുക്ക് എൽ സ്ക്വയർ 243 കിട്ടും. 324 81 പോയാൽ 243 കിട്ടും. ദെൻ എൽ സ്ക്വയർ. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എച്ച് കണ്ടുപിടിക്കണം. അതിന് എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ കൊടുത്തു. എൽ സ്ക്വയർ 243 ആണ്. a/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. ഇനി ഈ 81നെ പുറം കൊണ്ടുവരാം. അപ്പൊ പ്ലസ് എന്താവും? മൈനസ് ആവും. ദെൻ 243 81 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 3 1 പോയാൽ 2 കിട്ടും. 4 പോകൂല. അപ്പൊ ഇപ്പുറത്തുനിന്ന് കടെടുക്കും. ഇവിടെ 1 ആവും. ഇവിടെ 14 ആവും. 14 8 പോയാലും 8 കഴിഞ്ഞിട്ട് എണ്ണി നോക്കുക. 8 2 10 6 കിട്ടും. ദെൻ 1. അപ്പോ എച്ച് സ്ക്വയർ ഈക്വൽ ടു 162 എന്ന് കിട്ടും. അതിന് എച്ച് ഈക്വൽ ടു √162 എന്ന് കിട്ടും. ഇനി ഈ √162 നമുക്ക് ഒന്ന് ചെറുതാക്കാം. 81 × 2 ആണ് 162 അല്ലെ? ഞാൻ ജസ്റ്റ് ഒന്ന് പകുതിയാക്കി നോക്കിയാണ്. 81 × 2 16. ഈ 81 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അല്ലെ? അപ്പൊ നമുക്ക് 162 എങ്ങനെ എഴുതാം? 81 × 2 എന്ന് എഴുതാം. അതിൽ 81നെ റൂട്ടിന് പുറത്തെടുക്കാം. അഥവാ 81ന്റെ റൂട്ട് കാണണം. അത് എത്രയാണ്? 9. അപ്പൊ എച്ച് കിട്ടിയ എത്രയാ? 9√2. ഇനി വോളിയം കാണാലോ. 1/3 എ സ്ക്വയർ എച്ച്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. അപ്പൊ എ സ്ക്വയർ കാണണം. അഥവാ 18ന്റെ സ്ക്വയർ 324. എച്ച് നമുക്ക് 9√2 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇവിടുത്തെ ഈ 3നെ 9 വെച്ച് കട്ട് ചെയ്തോടെ. ഈ 3നെ 9 വെച്ച് കട്ട് ചെയ്ത് 9നെ 3 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. ഇനി 324നെ 3 ഡിവൈഡ് ചെയ്യാം. 324 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3 12 കിട്ടും. ശിഷ്ടം 1 വരും. 2 3 6 1 7 3 9 972 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് അതിന്റെ വോളിയം വരിക. ഓക്കെ.